NV മുഹമ്മദ് സാലിമിനെയും അബ്ദുൽ ജബ്ബാർ മദീനിയെയും റാഷിദ് ഖലീലിനെയും മുന്നിൽ നിർത്തി ഞങ്ങൾ പറയും, റബ്ബേ, ഈ തൗഹീദി പ്രബോധക സംഘത്തെ തകർക്കാൻ വേണ്ടി ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങി അവരെഴുതിയ പ്രബന്ധത്തിൽ അനുവദനീയമാണ് എന്ന് തെറ്റായി വന്ന ഒരു ഫത്വ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർക്ക് അനുവദനീയമാണെന്നാണ് വാദം. ഞാൻ ചോദിക്കുന്നു, ബഹുമാന്യനായ ഹനീഫ് കായക്കൊടി, നമ്മളൊക്കെ പണ്ട് ഒന്നിച്ച് പ്രവർത്തിച്ച ആൾക്കാരല്ലേ, നിങ്ങൾക്കിപ്പോൾ ഞങ്ങളെ മുശ്രിക്കാക്കാണെങ്കിൽ അവിടെ ആക്കിക്കോളി, ഇന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ നുണ പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ചയായ കളവ് പറഞ്ഞത്? ഈ പ്രബന്ധത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ 2ാമത്തെ പേജിൽ എന്താ ഉള്ളത്? മറിച്ച് ഇത് ശിർക്കിലേക്ക് വഴിവെക്കുമെന്ന കാരണത്താൽ അത് വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയകമെന്ന എല്ലാ ഹദീസുകളും ദുർബലമായതിനാൽ അതുകൊണ്ട് അമലെടുക്കൽ അനുവദനീയമല്ല എന്നാണ് വ്യക്തമാക്കുന്നത് ഈ തുടക്കത്തിൽ. ഇനി അവസാനം കേട്ടോ, അതിൽ നിന്നും മനസ്സിലാകുന്നത് ശിർക്കിയായ സഹായത്തേട്ടത്തെക്കുറിച്ചാണ്. ശിർക്കെന്ന് മൊത്തത്തിൽ സഹായത്തെ ചോദിക്കൽ ശിർക്കിലേക്കുള്ള വഴിയായതിനാൽ അത് അനുവദനീയമല്ല എന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർക്ക് അനുവദനീയമാണെന്നാണ് വാദം. ഇനി അറബിയിലുള്ള കേട്ടോ, ഇതിൻ്റെ 15ാമത്തെ പേജിൽ ഞാൻ കുറച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ. ഇയാൾ എന്താ ഇതിൽ പറഞ്ഞത്? ഇതിൽ അനുവദനീയം, ഇത് അള്ളാന്റെ കോടതിയിൽ വെച്ച് പറയുന്നല്ലേ. അള്ളാന്റെ കോടതിയിൽ ഈ പ്രബന്ധം വരും. കായക്കൊടി, ഈ 3 ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ കോടർ പിടിച്ച് ചോദിക്കും. ഇനിയോ, ഇത് എഴുതിയത് ജിന്നിനോടുള്ള സഹായ ചോദ്യം അനുവദനീയമാക്കാനാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? എന്നാ കേട്ടോ, ഇതിൻ്റെ 15ാമത്തെ പേജിൽ എന്താ ഉള്ളത്? എന്താ ജിന്നിനോടുള്ള സഹായ ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്? ഇതാ കേട്ടോ, വഹാദിൽ ആയത്ത് തദുല്ലു അലാ അന്നൽ ഇസ്തിഗാസത ബിൽ ജിന്നി ഹറാം. ഇനി കേട്ടോ, 16ാമത്തെ പേജിൽ കാണാം, ഫൽ ആയത്തു ഫദല്ലത്തിൽ ആയത്തുൽ അദമ്മി ഉലൈക ഫഇന്ന മുദുമു ലഅന്നു സർഫു തിൽകൽ ഇബാദത്തി ലഗൈരില്ലാ. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ശിർക്കാണ്. ഇനി തീർന്നു 22ാമത്തെ പേജിൽ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, അൽ-ഇസ്തിആനതു ബിൽ ജിന്നി സവാഉൻ കാനു മുസ്ലിമീന അമ ഗൈറുൽ മുസ്ലിമീന വസിറത്തു മിൻ വസായിലി ശിർക്കി. ഇനി കേട്ടോ, ഫൽഹിക്ക് ശ്രദ്ധിച്ചോട്ടെ, ഈമാനുള്ളവർ, ഞാൻ എൻ്റെ പ്രൂഫ് പോയിന്റ് പറഞ്ഞ വാച്ച് ഇവിടെ അവതരിപ്പിക്കാൻ അതിനെക്കൂടെ പരിഹസിക്കുന്നുണ്ട്. ജിന്നിനോടുള്ള സഹായ ചോദിക്കൽ, ഇതാണ് പറയുന്നത്. ജിന്നിനോടുള്ള സഹായം, ഇതെല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെ അവസാനത്തെ പേജിൻ്റെ തൊട്ടുമുമ്പുള്ള പറയാം, ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വാതിലായതിനാൽ അത് അടക്കേണ്ടതാകുന്നു. ഇത് പരലോകത്ത് വരൂലേ കായക്കൊടി? ഈ വാചകം പരലോകത്തേക്ക് ഉണ്ടാവൂലേ? അതായത് ഡിലീറ്റ് ആയി പോകോ? ജിന്നോടുള്ള സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വാതിലായതിനാൽ അത് അടക്കേണ്ടതാകുന്നു. എന്നിട്ടെന്താണ് ഇവർ 3 ആൾ എടുത്തു കൊടുത്ത പ്രബന്ധം? ഇതാ, ഖാല ബഅദു അഹ്ലിൽ ഇൽമി ഇന്നഹു ലാ യുസ്തആനു ബിൽ ജിന്നി ലാ മുസ്ലിമിൻ വലാ കാഫിരിഹിം. ഒരു മുസ്ലിം ജിന്നോടും ഒരു കാഫിർ ജിന്നോടും സഹായം ചോദിക്കാൻ പാടില്ല. കാരണം അൽ-ഇസ്തിആനതു ബിൽ ജിന്നി ഹറാമുൻ സവാഉൻ കാനത് ഇസ്തിആനതു ബിൽ ജിന്നിൽ കാഫിരി ശൈത്താൻ അം ബിൽ ജിന്നിൽ മുസ്ലിമി ദാലിക ലിഇദ്ദത്തി അദില്ലത്തിൻ. ഒരുപാട് തെളിവുകൾ കൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് ഈ പ്രബന്ധം അള്ളാഹുവിൻ്റെ കോടതിയിൽ വരും, സംശയമില്ല. നിങ്ങൾ മറുപടി റെഡിയാക്കി വെച്ചോളി, നിങ്ങൾ നുണ പറഞ്ഞു പോകുക അവിടെ. ഇനി ഈ ലേഖനത്തിൽ അദ്ദേഹം സ്ക്രീൻ കാണിക്കും. ഈ ലേഖനത്തിൽ ഈ ഫത്വ കൊടുത്തപ്പോൾ 2 സ്ഥലത്താണ് ഇവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 2 സ്ഥലവും കായക്കൊടി വായിക്കണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാം, പടച്ചോനെ പേടുണ്ട് അയാൾക്ക് ഉണ്ടോ? ഈ 2 സ്ഥലവും കായക്കൊടി വായിക്കണില്ല. അതായത് വലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല. ലിഅന്ന ഹാദാ യഫ്തഹു ബാബ ശർ. ഇത് പറഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാലിമിക്കയും അബ്ദുൽ ജബ്ബാർ മദീനി. അത് വായിക്കാതെ അതിനപ്പുറത്ത് വലാ തജൂസ് ഇന്നമാ യുസ്തആനു ബിൽ ജിന്നിൽ ഹാദിർ അല്ലദീ യഖ്ദിറു അൽ ഇആനതി, അത് ഇൻസ് എന്നാണ്, തെറ്റിയതാണ്. അത് ആ ഫൗസാന്റെ തെറ്റായ ഫത്വ, അത് അവരാ തിരുത്തി, നമ്മളല്ല, അത് നമ്മളെ ന്യായീകരിച്ചിട്ടില്ല. ആ ഫത്വ കൊടുത്തിട്ട് അതിനെ പിടിച്ച് കണ്ടോ, ജിന്നിനോട് സഹായം ചോദിക്കാനാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, കായ്ക്കൊടി നിങ്ങൾക്ക് കണ്ണുണ്ടോ? ഇതെന്തെങ്കിലും കാണാഞ്ഞ്? ഈ വാചകത്തിന്റെ തൊട്ട് മുമ്പുള്ള വാചകം നിങ്ങൾ എന്തിനാണ് മറച്ചു വെച്ചത്? എന്തിനാ മറച്ചു വെച്ചത്? എന്താ വാചകത്തിലുള്ളത്? ജിന്നോട് സഹായം ചോദിക്കാന്നാ? ആ വാചകത്തിൽ എന്താ ജിന്നോട് സഹായം ചോദിക്കാനുള്ളത്? എന്താ ഉള്ളത്? ലാ യുസ്തആനു ബിൽ ജാൻ, ഒരു ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഫത്വ തുടങ്ങുക. എന്നിട്ട് ഫൗസാന്റെ ഫത്വയിൽ വന്ന അക്ഷരത്തെറ്റ് അതുപോലെ എടുത്തു കൊടുത്ത് അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല.
ഹൈലൈറ്റ് ചെയ്ത ഭാഗം മറച്ചു വെച്ച് ആ അച്ചടി പിശാചിനെ നിങ്ങൾ നിങ്ങളുടെ കുതന്ത്രവാദത്തിന് പിശാചിന്റെ കൂട്ടാളിയായിക്കൊണ്ട് നിങ്ങൾ സ്വീകരിച്ചു. പടച്ചോനെ പേടിച്ചോളി. അസ്ർ നമസ്കാരത്തിന് ശേഷം ഈ സമയം വരെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിന്? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ. ആ ഒരു ആത്മവിശ്വാസത്തോടെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയും നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ, സമാധാനത്തോടെയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ എന്താ അവരുടെ മനസ്സിലുള്ള സമാധാനം? ഹാവ്, ഇവിടെ വരുന്നവരെ ഒരു സംശയം ഉണ്ടായിരുന്നു, എന്ത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണോ? ഇപ്പൊ സമാധാനായി, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് ഫൈസൽ മുസ്ലിയാരും മാലിക് സലഫിയും ഒക്കെ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന സമാധാനത്തോടെ ഇറങ്ങിപ്പോയവരെയാണോ മുവഹിദുകൾ എന്ന് വിളിക്കേണ്ടത്? ഈ പച്ചയായ നുണ പച്ചയായി പറയാം. ഓ മുവാഹിദ്, ലോകത്ത് എവിടെ ചെന്നാലും ജിന്നിനെ വിളിക്കാൻ പാടില്ല, അള്ളാഹിനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞോ മുശ്രിക്കും. നിങ്ങളൊക്കെ പരലോകം പേടിച്ചോളി. മഹാൻ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, പരലോകം സംവിധാനിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പരലോകത്തേക്ക് വരുമല്ലോ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അഖീദ എന്താണെന്ന് വളരെ ക്ലിയറാണ്. അതിനെ നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് നേരിടാൻ കഴിയുമെന്ന് നേരിട്ടോളി. അല്ലാതെ എമ്മാരും നുണ പറഞ്ഞിട്ട് എന്തിനാണ് സഹോദരന്മാരെ നിങ്ങളുടെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്?